അല്ലെങ്കിൽ എഫയുടെ തലയിൽ വെക്കും, അല്ലെങ്കിൽ മെസ്സിയുടെ മകന്റെ തലയിലേക്ക് വെക്കും. മകന് പനിയായിരുന്നു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് മെസ്സി വരുന്നില്ല എന്ന് പറഞ്ഞാൽ മെസ്സിക്ക് പോയി എന്ന് പറഞ്ഞാൽ പോരെ. അതിന്റെ പുറമെ മെസ്സിക്കാണ് നഷ്ടം. കേരളത്തിൽ വന്നില്ലെങ്കിൽ മെസ്സിക്കാണ് നഷ്ടം. കേരളത്തിൽ വരാതെ മെസ്സി വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ കളിച്ചാൽ മെസ്സി വിവരം അറിയും. ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാനുള്ള ഒരു വിധി കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിപ്പോയല്ലോ. ഒരു സർക്കാരും ഒരു സർക്കാർ സംവിധാനവും ഒക്കെ കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കുകയാണ്. മെസ്സി വന്നില്ലെങ്കിൽ മെസ്സിക്കാണ് നഷ്ടം എന്നൊക്കെ പറയുന്നത് കേട്ടിരിക്കാനുള്ളൊരു വിധി ഉണ്ടായില്ലേ നമുക്ക്. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് അവസാനം ഈ പറഞ്ഞ ആരുടെയൊക്കെ തലയിൽ വെച്ചിട്ട് ഒഴിഞ്ഞു മാറിയിട്ട് മാർച്ച് വരെ തൽക്കാലം പിടിച്ചേക്കാലോ. അതായത് മാധ്യമങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിന് എന്തോ ഒളിച്ചു വെക്കാനുണ്ട്. ഈ വ്യാജ പ്രചരണങ്ങളൊക്കെ നടത്തി ആദ്യം മെസ്സിയെ ക്ഷണിക്കാനെന്ന പേരിൽ അർജന്റീനയിലേക്ക് ഒരു യാത്ര പോകുന്നു. ദുരൂഹമായ സാഹചര്യത്തിൽ ഒരു സ്പോൺസറെ വെക്കുന്നു. ദുരൂഹമായ സാഹചര്യത്തിൽ കലൂർ സ്റ്റേഡിയത്തിന്റെ നവീകരണം അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. കുറെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, കുറെ വാചക കസർത്തുകൾ നടത്തുന്നു, കേരളത്തിന് ഇന്ന് വരെ പരിചയമില്ലാത്ത തള്ളുകൾ നടത്തുന്നു. അവസാനം അതിന്റെ സത്യം പുറത്തു വരുന്നു. അദ്ദേഹം വരില്ല, മെസ്സി വരില്ല, അർജന്റീന വരില്ല. അപ്പൊ ഈ പ്രചരണം, ഈ വ്യാജ പ്രചരണങ്ങളുടെ പിന്നിൽ ഒരു താല്പര്യമുണ്ട്. ആ താല്പര്യം നിഗൂഢമാണ്. അത് സാമ്പത്തിക താല്പര്യമാണോ മറ്റെന്തെങ്കിലും ഇടപാടാണോ എന്നുള്ളത് ഒന്നുകിൽ കായിക മന്ത്രി തുറന്നു പറയണം. ഇവരെന്താ ചെയ്തെന്ന് നമ്മൾ അന്വേഷണ ഏജൻസി അല്ലല്ലോ. ഇതിന് പിന്നിൽ നടത്തിയ ഇടപാടുകൾ സുതാര്യമാണെങ്കിൽ ആ സുതാര്യത മാധ്യമങ്ങളോട് പറയാൻ എന്തിനാണ് കായിക മന്ത്രി മടിക്കുന്നത്? മെസ്സി എന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് കായിക മന്ത്രി ഹാലിൽ ഇളകുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് മൗനം പാലിക്കുന്നത്? അപ്പൊ ഇവർക്ക് എന്തോ ഒളിച്ചു വെക്കാനുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോലെ ഈ കോവിഡും അതിന്റെ പേരിലുള്ള കിറ്റും ഒന്നും കൊടുത്ത് ഇനി കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുക്കി വെച്ച കോടിക്കണക്കിന് രൂപ അത് മറ്റേതെങ്കിലും വഴികളിൽ നിയമപരമായി പുറത്തേക്ക് കൊണ്ടുപോയി ഹവാല വഴി കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിൽ നിക്ഷേപിക്കാനാണോ, തെരഞ്ഞെടുപ്പിന് ചെലവഴിക്കാനാണോ? എന്താണ് ഇത് സംബന്ധിച്ചുള്ള ദുരൂഹത എന്നുള്ളതിനെ സംബന്ധിച്ച് ഒന്നുകിൽ കായിക മന്ത്രി തുറന്നു പറയണം, അതല്ലെങ്കിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തി ഇത് ജനങ്ങളെ അറിയിക്കണം. മെസ്സി വരാനുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല, ഉറപ്പാണ്. എന്ത് വിൻഡോ? ഏത് വിൻഡോ? എന്താ ഈ വിൻഡോ? ഏത് വിൻഡോയെ കുറിച്ച് ഇവർ പറയണം? അല്ല, അന്വേഷണം നടത്തിയപ്പോൾ നമുക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. ഇത് മെസ്സിയെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല. അവരെ ട്വിറ്ററിലോ മറ്റോ ഒരു ട്വീറ്റ് ചെയ്യാൻ വേണ്ടി എന്തോ ഇത്രയും വ്യാജരേഖയും ഒക്കെ ചമയ്ക്കുന്ന ഒരാൾക്ക്, കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്ന, സർക്കാരിന്റെ മരമൊക്കെ മുറിച്ചുകൊണ്ടുവന്ന ഒരാൾക്ക്, ഈ ട്വിറ്റർ ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾക്ക് എത്തുന്ന ഒരു മെസ്സി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കേരളത്തിൽ വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മെസ്സി പറയില്ലേ? മെസ്സി സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇന്ത്യയിൽ വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ സന്ദർശിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ വരുന്ന കാര്യമേ മെസ്സി മിണ്ടിയിട്ടില്ല. വരാൻ എന്തെങ്കിലും ചെയ്യട്ടെ, എന്തെങ്കിലും ആരെങ്കിലും ചെയ്യണ്ടേ വരണമെങ്കിൽ. ഇതൊക്കെ വ്യാജ പ്രചരണമാണ്, ജനങ്ങളെ കബളിപ്പിച്ചതാണ്. പക്ഷെ ജനങ്ങളെ ഇപ്പോഴും ജനങ്ങളെ എന്നിട്ട് വളരെ സിമ്പിൾ അല്ല. ഇത് പ്രീ പ്ലാൻ. ഞാൻ പറയാം പ്രീ പ്ലാൻഡ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾ ചിലരെങ്കിലും വിശ്വസിക്കുന്നുണ്ടല്ലോ ഈ മെസ്സി മാർച്ചിൽ വരുമെന്ന്. തുടക്കം മുതലേ ഞങ്ങളൊക്കെ സ്വകാര്യ സംഭാഷണത്തിൽ എല്ലാവരും പറഞ്ഞിട്ട് ഒരു കാരണവശാലും മെസ്സി വരാൻ പോകുന്നില്ല. അന്ന് പറഞ്ഞ പല ആളുകളെയും ക്രൂശിച്ചു. അങ്ങനെ ക്രൂശിക്കപ്പെടാൻ താല്പര്യമില്ലാത്ത ആളുകൾ ഇത് പുറത്തു പറഞ്ഞില്ല. ഇപ്പോ ഈ പ്രീ പ്ലാൻഡ് എന്ന് പറയാനുള്ള കാരണം ഇത് ഉറപ്പാണ്. അവസാനം പറയും ഇത് ഫിഫയുടെ തലയിൽ വെക്കുമെന്നെങ്കിൽ, അല്ലെങ്കിൽ എഫയുടെ തലയിൽ വെക്കും, അല്ലെങ്കിൽ മെസ്സിയുടെ മകന്റെ തലയിലേക്ക് വെക്കും. മകന് പനിയായിരുന്നു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് മെസ്സി വരുന്നില്ല എന്ന് പറഞ്ഞാൽ
മെസ്സിക്ക് പോയി എന്ന് പറഞ്ഞാൽ പോരെ. അതിന്റെ പുറമെ മെസ്സിക്കാണ് നഷ്ടം. കേരളത്തിൽ വന്നില്ലെങ്കിൽ മെസ്സിക്കാണ് നഷ്ടം. കേരളത്തിൽ വരാതെ മെസ്സി വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ കളിച്ചാൽ മെസ്സി വിവരം അറിയും. ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാനുള്ള ഒരു വിധി കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിപ്പോയല്ലോ. ഒരു സർക്കാരും ഒരു സർക്കാർ സംവിധാനവും ഒക്കെ കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കുകയാണ്. മെസ്സി വന്നില്ലെങ്കിൽ മെസ്സിക്കാണ് നഷ്ടം എന്നൊക്കെ പറയുന്നത് കേട്ടിരിക്കാനുള്ളൊരു വിധി ഉണ്ടായില്ലേ നമുക്ക്? അപ്പൊ ഇതൊക്കെ പറഞ്ഞ് അവസാനം ഈ പറഞ്ഞ ആരുടെയിലൊക്കെ തലയിൽ വെച്ചിട്ട് ഒഴിഞ്ഞു മാറിയിട്ട് മാർച്ച് വരെ തൽക്കാലം പിടിച്ചേക്കാലോ.